ഗൈസ്, ആക്ച്വലി എൻ്റെ അടുത്ത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താല്പര്യത്തോടു കൂടിയല്ല. ചില വെഗിഡികൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ദേ ആർ ഗെറ്റിംഗ് എൻഗേജ്ഡ്, ദേ ആർ ഗെറ്റിംഗ് മോർ സബ്സ്ക്രൈബേഴ്സ്, ദേ ആർ ഗെറ്റിംഗ് മോർ വ്യൂസ്. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മൂലം അങ്ങനെ വേണ്ട. എന്നെ തെറി വിളിച്ചിട്ട് നിനക്കൊക്കെ വ്യൂ കിട്ടണ്ട. അതാണ് എൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ പലർക്കും മറുപടി കൊടുക്കാതെ മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പ്ലീസ് അതൊരു റിക്വസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പറയുന്ന ചൊറിച്ചിക്ക് ഒരു മറുപടി കൊടുക്കുന്നത്. ഈ ചൊറിച്ചി അനക്ക് അപ്പത്തിൽ ചൊറിച്ചായതുകൊണ്ടാണ് നീ ഇമാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അപ്പത്തിലെ ചൊറിച്ചിൽ തീർക്കാൻ എന്നെ കൊണ്ടാകത്തില്ല. നീ അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യേ സമ്വൺ, നോട്ട് ടു മീ. പിന്നെ ഷെഫീന തലയിൽ തട്ടമിടുന്നു. കൊള്ളാല്ലേ, തട്ടൊക്കെ ഇടുമ്പോൾ നല്ല രസമുണ്ടല്ലേ. എടി, ഞാൻ തട്ട് മാത്രമല്ല ഇടുന്നത്, പലതും ഇടാറുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ പ്രീകത്തിയാണ്, ഞാൻ അകത്തിരിക്കുമ്പോഴും പ്രീകത്തി തന്നെയാണ്. പക്ഷേ ഇത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തലയിൽ തട്ടം ഇട്ടുകൊണ്ട് എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ പറഞ്ഞു, അവർ വാങ്ങി തന്നതുമാണ്, അത് റിക്വസ്റ്റാണ്. അത് ഞാൻ അവരോട് തുറന്നു പറഞ്ഞു. നോക്കോ, ഞാനായിട്ടൊരു ഷാൾ വാങ്ങത്തില്ല, നിങ്ങൾ വാങ്ങി അയച്ചാൽ ഞാനത് ഇടും. അതിട്ടു, അത്രയേ ഉള്ളൂ. യൂഷ്വലി ഞാൻ പൊട്ടൊക്കെ ഇട്ടിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് എൻ്റെ വീഡിയോസ് അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രീകത്തിയാണെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പ്രീകത്തിയാണ്, അകത്തിരിക്കുമ്പോഴും പ്രീകത്തി. മൊത്തത്തിൽ ഒരു പ്രീകത്തിയാണ് അടി ഞാൻ. നിന്നെപ്പോലെ ഭ്രാന്തത്തിയല്ല. പിന്നെ രേണു സുധിക്ക് വേണ്ടിയിട്ട് വായ്ത്താൽ പഠിക്കുന്നത് സ്വാഭാവികം. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ മറ്റുള്ളവർ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ക്യാരക്ടറിനെ അനുകൂലിക്കുന്ന അത്തരം ക്യാരക്ടറുകളായിരിക്കും. സെക്കൻഡ് തിങ്, ഏറ്റവും കൂടുതൽ അതുലാണെന്ന് തോന്നുന്നത് എന്തൊക്കെ പറയണത്. അപ്പോൾ അതുലിനെ പറ്റിയൊക്കെ പുള്ളിക്കാരത്തി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റി പറഞ്ഞാൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതിയല്ലോ. ഞാലിയാൻകുഴി എൻ്റെ വീടിൻ്റെ കുറച്ചടുത്താണ്. എനിക്ക് എളുപ്പമാണ് അവരെ പോയി അന്വേഷിക്കുക. എൻ്റെ മകൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെയുണ്ട്. ആ പയ്യനാണ് കൂടുതൽ ഇൻഫർമേഷൻ എനിക്ക് തന്നിട്ടുള്ളത്. ബാക്കി ഞാൻ അവിടെ പോയി അന്വേഷിച്ചതാണ്. ഫാദറിൻ്റെ അടുത്ത്, ഫിറോസിൻ്റെ അടുത്ത്, പിന്നെ താജിക്കാടത്തൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒന്നും ഫുള്ളി ഞാൻ പുറത്തു വിട്ടിട്ടില്ല. ഹനാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ കുറവാണ് ഞാൻ പുറത്തു വിട്ടത്. അവളുടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അവളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ തകർക്കും ഞാൻ. പക്ഷേ ഞാൻ വിട്ടിട്ടില്ല, കുറച്ച് ഭാഗം മാത്രം. പിന്നെ അതിൻ്റെ പേരിലാണെങ്കിൽ എനിക്കൊരു എക്സ്പ്ലനേഷൻ സർട്ടിഫിക്കറ്റും തരുന്ന എന്തരച്ചിയോടാണ്, എടി എന്തരച്ചി മോളെ, നിനക്ക് ഇത്തിരി വ്യൂ ആണ് ഉദ്ദേശമെങ്കിൽ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചാൽ ഞാൻ പണി തരും. ഭയങ്കര കുഴപ്പമില്ല. ചില നേരം എനിക്കങ്ങ് വട്ടാ. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ എടുത്താൽ, അവനാണെങ്കിൽ ടെക്നീഷ്യനാണ്, അവൻ നിനക്ക് സ്ട്രൈക്ക് തരും. ഈ തംബ്നെയിൽ ഇംപ്രഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അതിനകത്ത് അടി കിട്ടിയാൽ മോണിറ്റൈസേഷൻ കട്ടായി പോകും. വല്ല ഞംഞമ്മിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ ഞംഞം അങ്ങ് വെട്ടിച്ചുരുക്കപ്പെടും. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ ഹാഷ്ടാഗ് ഷെഫീന ബീബി എന്ന ഹാഷ്ടാഗ് വെച്ചിട്ടുള്ള സർക്കസ്, അത് ഞാൻ കേസും കൊടുക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. മോശം പറഞ്ഞാൽ എൻ്റെ പരിപാടി അതാണ്. അല്ലാതെ ഞാൻ അവർക്കെതിരെ അങ്ങനെയല്ല ഇങ്ങനെയാണ് തത്ത പുത്ത എന്ന് പറയാൻ ഞാൻ പോകും. തത്തക്ക പുത്തക്ക പറയാൻ എന്നെ കിട്ടത്തില്ല എന്ന് ചുരുക്കം. എനിക്കെതിരെയുള്ള അലിഗേഷൻസ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പ്രതീക്ഷ മതി. ഒറ്റൊരെണ്ണേ ഇടുകയുള്ളൂ. പിന്നെ അതിനുശേഷം ഒരു റിലേ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടവും നിങ്ങൾക്ക് ലാഭവും വരിക. എങ്ങനെയാണ് നഷ്ടമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ചെയ്യുന്ന കുറേയധികം വീഡിയോസ് ഉണ്ട്. അത് ശ്രദ്ധിക്കാൻ പറ്റില്ല, ആ വീഡിയോ ചെയ്യാൻ ഒക്കത്തില്ല, സമയക്കുറവ്, അങ്ങനെ കുറേ ക്ഷീണം, അതൊക്കെ എനിക്ക് വരും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ആ വീഡിയോ നഷ്ടപ്പെടും. പകരം ഈ കൂറ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. എന്നാൽ നിനക്കൊക്കെയോ ഹ്യൂജ് വ്യൂ ആണ്. നിൻ്റെ പേര് ഞാൻ ഇവിടെ സൂചിപ്പിക്കാത്ത റീസൺ എല്ലാവരും ഓടി വന്ന് നിന്നെ കാണും അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നീ സൂചിക്കേണ്ട, പറയൂല. ഒരാളും കമൻറ്റിൽ പോലും അവളുടെ പേര് എഴുതിയിടരുത്. ഒരാളും പോയി നോക്കുകയും ചെയ്യരുത്, കാണരുത്. അതാണ് വേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ മതി. ഒരാളും വ്യൂ കൊടുക്കരുത്. സെക്കൻഡ് തിങ്, ഞാൻ പറഞ്ഞല്ലോ, അവിഹിതത്തിനെയും വേശ്യാവൃത്തിയെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അത്തരം മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അവരെ തിരുത്താനാവത്തില്ല. അവരുടെ അടുത്ത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് അതൊക്കെ ഓക്കെയാണ്, നോ പ്രോബ്ലം എന്ന് പറയും. തട്ടിപ്പുകാരികളെയും അവിഹിതക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അത്തരക്കാരെയാണ്. അത്തരക്കാർ തന്നെയാണ് അത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെയൊന്നും പോകാത്തടുത്ത് എനിക്ക് ആ പ്രശ്നം തോന്നൂല, എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 10-15 വർഷമായി. അദ്ദേഹം മരണപ്പെട്ടിട്ട് എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാൻ തോന്നിയില്ല. അതെനിക്ക് കുത്തിക്കഴപ്പില്ലാത്തത് കൊണ്ടാണ്. കുത്തിക്കഴപ്പുണ്ടെങ്കിൽ ഞാൻ പോയേനെ. അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം എനിക്ക് അത്രയും നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എത്രയും പെട്ടെന്ന് അവർ കെട്ടിച്ചു വിടും. നീ കുത്തിക്കഴപ്പില്ല എന്നുള്ളൊരു തെളിവ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുത്തിക്കഴപ്പുണ്ടെന്ന് നീ പറഞ്ഞാലും എനിക്കൊരു പിണ്ണാക്കൂല. എന്തായാലും ഗർഭം ഉണ്ടായാൽ ഞാൻ അലസിപ്പിക്കൂലടി, അന്തസ്സായിട്ട് പേറും. അല്ല അലസിപ്പിച്ചിട്ട് ഷുണിച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കത്തില്ല. ഈ ഷുണിച്ചേട്ടൻ്റെ സുനാ വെച്ച് തീറ്റിയും കുടിയും വീടും വസ്ത്രവും സർവത്രവും വാങ്ങിച്ചെടുത്തിട്ട് താനെന്തോ മഹാസംഭവമാണെന്ന് നടക്കുന്ന മൽഗുണ ബുദ്ധിയെ തൂക്കിക്കൊണ്ട് കിടക്കുന്ന നിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് താഴാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ചുരുക്കം.
പിന്നെ എന്താ പൈസ കേസ്, അത് ഗിരിജാൻറ്റി പറഞ്ഞില്ലേ പൈസ കേസിൻ്റെ കാര്യമൊക്കെ, അയ്യോ ഒന്നും പറയാനില്ല. ഗിരിജാൻറ്റി അങ്ങനെ കുറേ ദിവസം കൊണ്ട് കരയുന്നുണ്ട്. പല ചാനലുകാരും വിളിച്ചിട്ട് പറയുന്നത് അതേ ഷെഫീന ബീബി പൈസ ചോദിച്ചു. ഷെഫീന ബീബി പൈസ ചോദിച്ചു, കണക്കായിപ്പോയി. ഷെഫീന ബീബി കടം വാങ്ങിച്ചു, ആണോ? ഷെഫീന ബീബി അങ്ങനെ ചെയ്തു, ആണോ? കണക്കായിപ്പോയി. അങ്ങനെയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഞാൻ അവിഹിതമല്ല ഉണ്ട, വേറെ എന്തെങ്കിലും? നിങ്ങൾ ഇനി എന്ത് വാഴ പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് വരുന്നില്ല. കാരണം ഒരു വർഷം ഒരു വായി നോക്കിക്ക് 100K അടിക്കാനുള്ള റീസൺ ഞാനായി എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ പരാജയമായി ഞാൻ അംഗീകരിക്കുന്നു. ജട്ടി ജിനു 100K വ്യൂ അടിച്ചത് ഷെഫീന എന്ന എന്നെ കൊണ്ട് മാത്രമാണ്. ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. അവൾ എവിടെ ഇരുന്ന് കുരച്ചാലും അവളുടെ സബ്സ്ക്രിപ്ഷനും ബാക്കിയുള്ളതും നോക്കിയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ് എൻ്റെ പരിപാടി. കാരണം തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരിക. ഷെഫീന അഡ്രസ്സ് പറഞ്ഞിട്ട് നിൽക്കുന്നവളാണ്. അഡ്രസ്സ് ഉള്ളവൾക്ക് എന്നെ എതിർക്കാം, അല്ലാത്തവളുമാരി എതിർക്കണ്ട. എതിർത്താൽ എനിക്ക് പൂച്ച കൂടാ, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരിടത്ത് പോയി എവിടെയെങ്കിലും ഒരു പട്ടിത്തീട്ടം കിടക്കുന്നുണ്ട്, ആരെങ്കിലും ചവിട്ടുമോ? നാറ്റം, നോ നീഡ്. ആ പട്ടിത്തീട്ടത്തിൻ്റെ വാല്യൂ മാത്രം കൊടുത്ത് നമ്മളത് ഇഗ്നോർ ചെയ്യുന്നു. ദ ഷോ മസ്റ്റ് ഗോ ഓൺ. നമ്മളെ പാട്ടിന് പോകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ കുന്തം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും എടുക്കാൻ ഒക്കത്തില്ല. നിങ്ങളതാണോ ആഗ്രഹിക്കുന്നത്? നമ്മളുടെ അടുത്ത് നല്ല രീതിയിലുള്ള ഒരു വീഡിയോ എക്സ്പെക്ട് ചെയ്യുന്നവർ അവൾക്ക് മറുപടി കൊടുക്കുമെന്ന് പറയുമോ? അവൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ അണ്ണാക്കി കൊടുക്കുമെന്ന് അറിയത്തില്ലേ? അപ്പോൾ ഇതിൻ്റെ ടൈം എത്ര വേസ്റ്റ് ആകും? ഇപ്പം അതിന് മറുപടി വേറെ വരും. അത് റിലേ ആക്കാനുള്ള കളിയാ. ചാച്ചിക്ക് എങ്ങനെയല്ലോ ചാനൽ വളർത്തണം. ഷെഫീന ബീവിയുടെ ഫ്രീക്കത്തരം കണ്ടുപിടിച്ച കുത്തിക്കഴപ്പ് മേരി ഇനിയിപ്പോൾ ഷെഫീനക്ക് കുത്തിക്കഴപ്പാണെന്ന് പറയുകയാണ്. എൻ്റെ കെട്ടിയവനൊന്ന് കാണിക്കോ? ചുമ്മാ കാണാൻ കൊതിയുണ്ടാ. അത് മാത്രമല്ല, ഇരുന്നു കൊണ്ട് ഇമാതിരിയുള്ള സർക്കസുകൾ ഇടുന്നവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഒന്നിൽ ആ ഭാഗം empty ആയിരിക്കും, അല്ലാച്ചാൽ കം ടു മീ എന്നും പറയാം, അങ്ങനെയും പറയാം. ഏതായിരുന്നാലും നല്ല രീതിയിൽ കുത്തിക്കഴപ്പുള്ള ഒരുത്തിയാണ് നീ. അപ്പം അതിനകത്ത് എനിക്ക് വേറെ മറുപടിയൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് ഇത് ഇത്രയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. മറ്റൊരു റീസണും കൂടെ ഉണ്ട്. മറ്റൊരു റീസണും കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോട് സഹകരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത ശേഷം നമ്മളെ കുതികാൽ വെട്ടിയിട്ട് അപ്പുറത്ത് പോയി കുരയ്ക്കുന്ന പെണ്ണുങ്ങളോട് പുച്ഛോ സഹതാപം എന്നതിനപ്പുറം എനിക്ക് വേറൊന്നും തോന്നാറില്ല. അത്തരക്കാർ പറയുന്നത് ഞാൻ മൂല്യം കൊടുക്കാറുമില്ല. അത് മറ്റൊരു സെക്ഷനാണ്. ഇതിനോട് ആഡ് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. അവർ പറയുകയോ അവർ സർട്ടിഫിക്കറ്റ് തന്നിട്ടോ വേണ്ട എനിക്ക് ജീവിക്കാൻ. എൻ്റെ ലൈഫ് ഞാൻ വളരെ ക്ലിയറായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഒളിച്ചോട്ടമോ ഒളിച്ചു നടത്തോ ഒന്നും എനിക്കില്ല. ഞാൻ ലൈഫ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പലരും അവരവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അവരവർക്ക് നല്ലതാവാൻ വേണ്ടി എന്നെ ചീത്തയാക്കുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളെ പബ്ലിഷ് ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ ചാനലിൽ കൂടെ ഒരു കാര്യം വന്നാൽ അതിന് ഉത്തരവാദി ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൽ കൂടെ ഒരു വോയിസ് പുറത്തു വിട്ടാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം കോടതി പോലും ഷെഫീന ബീവി എന്ന ഞാൻ ഓൺലൈൻ ജേർണലിസ്റ്റാണെന്ന് അംഗീകാരം തന്നതാണ്. എനിക്കൊരു ജേർണലിസം സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടല്ല. ഞാനൊരു പത്രപ്രവർത്തകയാണ്, വർഷങ്ങളായി അതാണ്. ഞാൻ പോലും അതങ്ങോട്ട് പറയാറില്ല. പക്ഷെ കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ട്, മജിസ്ട്രേറ്റ് കോടതിയാണെങ്കിൽ പോലും ആ കോടതി അംഗീകാരം തന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കങ്ങനെ ഒരു വിധി കിട്ടിയിട്ടുണ്ട്. ഷെഫീന ബീവി എന്ന സ്ത്രീക്ക് ഇതിനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാനും ഇത്തരം ന്യൂസുകൾ പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്നും അവരത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നും അവർക്കത് തുടരുവാനുള്ള എല്ലാ അനുവാദവും കോടതി കൊടുക്കുന്നുണ്ടെന്നും നമ്മുടെ ഭരണഘടന അത് അനുവദിച്ചു കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് കോടതി വിധി. അപ്പോൾ ഒരു കോടതി ഷെഫീന ബീവിയെ ഓൺലൈൻ ജേർണലിസ്റ്റാക്കി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് എവളുമാരൊക്കെ മാത്രം. ഇതൊക്കെ കുത്തിക്കഴപ്പുകൊണ്ടല്ല, കൃത്യമായ സാമൂഹ്യ പ്രതിബദ്ധതയാണെന്ന് പറയാൻ ഇതിൽ കൂടുതലൊന്നും എനിക്ക് എക്സ്പ്ലനേഷൻ തരാനൊക്കത്തില്ല. അപ്പോൾ ഇതെൻ്റെ ജോലിയാണ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. അതിനകത്ത് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. കൃത്യമായി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്, കൃത്യമായ തെളിവ് വെച്ചാണ് ഒരാൾ നമ്മളടുത്ത് പറയണത്. അത് ഏറ്റു പറഞ്ഞത് ഒത്തിരി പേര്, അവളുടെ തന്നെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അവളുടെ ശത്രുക്കളും പറഞ്ഞു, സുഹൃത്തുക്കളും പറഞ്ഞു, ക്ലോസ് സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ പറയാം അവിടെ എങ്ങും കുഴപ്പമില്ല, ഷെഫീന ബീവിയാണ് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്ത് ഒന്നും പറയാനില്ല. പിന്നെ വേറൊരു മെഡിക്ക് ഇരുന്നുകൊണ്ട് ഞാൻ റിപ്പോർട്ട് അടിച്ചെന്നൊക്കെ പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു. നുണ പ്രചരിപ്പിക്കരുത്. എൻ്റെ ജോലി റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് ന്യൂസ് കൊടുക്കുക, അതിനെ തുടർന്നുണ്ടാകുന്ന റിയാക്ഷൻസിനെ പറ്റി റിയാക്ട് ചെയ്യുക, ഇതെൻ്റെ ജോബാണ്. ആ ജോബിന് വന്നിട്ട് നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ട് വരരുത്. ഒരാളുമായി തെറ്റിയാൽ അയാൾക്കൊപ്പം നിൽക്കണം, നിങ്ങൾക്കൊപ്പം നിൽക്കണം, നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. ഞാൻ രണ്ടുപേരെടുത്ത് നിൽക്കും, നിഷ്പക്ഷം. എനിക്ക് രണ്ടുപേരോടും ഒരു കൂറുമില്ല, രണ്ടുപേരോടും ഒരു ദേഷ്യവുമില്ല. അങ്ങനെയുള്ള ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം കേൾക്കാൻ തയ്യാറാവാതെ, എൻ്റെ ഫോൺ എടുക്കാൻ തയ്യാറാവാതെ എന്നെ അവഹേളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതുകൊണ്ടാണ് റിപ്പോർട്ട് അടിക്കേണ്ടി വന്നത്. അവഹേളനം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഹാഷ്ടാഗ് മാത്രമാണെങ്കിൽ കേസ് കൊടുക്കും. എൻ്റെ ഫോട്ടോയും എൻ്റെ വീഡിയോയും എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിച്ചാൽ ഫോട്ടോ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. ആ സ്ട്രൈക്ക് ഞാൻ കൊടുക്കും. മോണിറ്റൈസേഷൻ അടിച്ചങ്ങോട്ട് പോകും, ചാനലും പോകും. അമ്മാതിരി ചെയ്ത് എന്നെ കൂടെ ചെയ്യിക്കരുത്. നീ തനിയായിരുന്നു എന്തെങ്കിലും പറഞ്ഞു, നീ തനിയായിരുന്നു പറയുമ്പോൾ 10 പേര് കാണുന്നുണ്ടായില്ലെന്ന് ഞാൻ കാണട്ടെ. എൻ്റെ പേര് പറയുമ്പോൾ നിനക്ക് കിട്ടുന്ന വ്യൂ
എന്നെ തീട്ടുന്നതിനും തുല്യമാണ്. ദാറ്റ്സ് മൈ പോയിന്റ്. ഇനിയിപ്പോൾ അടുത്തൊരു എക്സ്പ്ലനേഷൻ. രേണു സുധി ഒരു സാധാരണ സ്ത്രീയല്ല. ഈ പറഞ്ഞ ഭർത്താവിനെ വിറ്റ് കാശാക്കി ആ പേരും പറഞ്ഞ് ഒരു ചാനൽ ഷോയിൽ പോയി ഇരിക്കുന്ന ഒരു പെണ്ണാണ്. അവളെ പറ്റി പറയും. അത് നീ പറഞ്ഞ ആ ടൈമിൽ വരത്തില്ല. അവളടുത്ത് ആ ചാനലിൽ പോയി ഇരിക്കാൻ ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. പിന്നെ ചാനലിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യനും കൂടെ വന്നത്. അതിനും കൂടെ ഒരു മറുപടി. 4-5 കൊല്ലമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഷെഫീന എങ്ങനെയും ആ ചാനലിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ. ഷെഫീന അവിടേക്കെന്നല്ല, ഒരു വാർത്താ ചാനലിലേക്ക് പോലും ഇരുന്നൊരു ഡിബേറ്റിന് പോലും തയ്യാറാവാത്ത വ്യക്തിയാണ്. എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഞാൻ ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദിസ് ഇസ് മൈ ചാനൽ. ഞാൻ ഇവിടെ ഇരുന്ന് പറയും. ഇവിടുന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോട്ടെ. അതും വളച്ചൊടിക്കുന്നവർക്ക് ഞാൻ സ്ട്രൈക്ക് തരും. സ്ട്രെയിറ്റ് ഫോർവേഡ് ഞാൻ എന്താണോ പറഞ്ഞത് ആ കൃത്യമായ കാര്യമാണ് നിങ്ങൾ സമൂഹത്തിൽ കൊടുക്കുന്നതെങ്കിൽ ഓക്കെ. അതേസമയം തിരിച്ചു മാറി നെഗ്ഗാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ട്രൈക്ക് തരും. അതിൽ തർക്കമില്ല. എൻ്റെ ഡ്യൂട്ടി അതാണ്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ അറിയുള്ളൂ. എനിക്കിപ്പോൾ എല്ലാവരുടെ അടുത്ത് ഓടിയിടുന്ന അടികൂടാനൊന്നും താല്പര്യമില്ല. പിന്നെ പുറത്തിറങ്ങുമ്പോൾ പ്രീക്കത്തി, അകത്തിറങ്ങുമ്പോൾ പ്രീക്കത്തി എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഊന്നുവടി ഉപയോഗിക്കും. കാല് സ്വാധീനമില്ലാത്ത ഒരാളാണ്. ഊന്നുവടി ഉപയോഗിക്കുന്ന സമയത്ത് ഷാളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. ഈ ഊന്നുവടിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു പെണ്ണുമ്പിള വരുമ്പോൾ അവരുടെ വേറെ എങ്ങും നോക്കാൻ ആരും തയ്യാറാവത്തില്ല എന്നൊരു വിശ്വാസമാണ് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല കൺട്രോളുള്ള ഡ്രസ്സുകളാണ്. ജെട്ടിയും പാടി ഇട്ടുകൊണ്ടൊന്നും ഞാൻ പുറത്തിറങ്ങാറില്ല. അപ്പോൾ എനിക്കത് കംഫർട്ട് ആയതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. പിന്നെ തലയിൽ തട്ടം ഇടുന്നെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു കസ്റ്റമാണ്. അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്, അവരാഗ്രഹിച്ചിട്ടാണ്. പൊട്ടിടുന്നതും അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനില്ലല്ലോ എന്നെ കാണുന്നത് എനിക്ക് ചുറ്റുവിട്ടവരല്ലേ. എനിക്ക് കാണാൻ ഞാൻ അല്ലെങ്കിൽ വേണ്ട, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ മറുപടി. ഈ മറുപടി എൻ്റെ അടുത്ത് ഇനി ഒന്നും ചോദിക്കരുത് ദയവേത്. എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും നമ്മൾ ഒരുപാട് എഴുതാനുണ്ട്. ഒത്തിരി പരിപാടിയുള്ളതാണ്, ഒത്തിരി ജോലിയുള്ള ആളാണ്. ശല്യം ചെയ്യാതിരിക്കുക. ഇവക്കൊക്കെ മറുപടി കൊടുത്ത് നമ്മളെ ചെറുതാക്കാൻ നമ്മളോട് പറയരുത്. വല്ല സാമൂഹ്യ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മറുപടി കൊടുക്കാം. ഇത്തരം നോൺസെൻസ് ടോക്കിനും ഈ എന്താ പറയണേ അയൽവക്ക ചണ്ടയ്ക്കൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ അയൽവക്കത്തൊന്നും അന്വേഷിച്ചാലും ഞാൻ ആരുമായിട്ടും ചണ്ടയ്ക്കൊന്നും പോകുന്ന ആളല്ല. കാരണം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ നമ്മൾ മറുപടി പറയാം. ഇത്തരം ചീപ്പ് കേസുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കരുത്. ബിഗ് ബോസ് ഷോ ഇഷ്ടമോ അതുകൊണ്ട് അത് കാണുന്നു, അത് റിവ്യൂ ചെയ്യുന്നതിനപ്പുറം അതിനകത്തുള്ള ആ ചീപ്പ് ഫൈറ്റ് കൂടുതലാകുമ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്യും. എനിക്കതൊന്നും ഇഷ്ടമില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. പുറത്ത് എന്നെ നോക്കി ക്വാറി കൂവുന്നവർക്കൊക്കെ ഒറ്റ ഉദ്ദേശ ലക്ഷ്യമേ ഉള്ളൂ, വ്യൂ, റീച്ച്, എന്നെ ഇകഴ്ത്തുക എന്നുള്ളത്. നടക്കാത്ത സ്വപ്നങ്ങൾ കൊണ്ട് കിടക്കുന്ന കുറേ മന്ദബുദ്ധികളെടുത്ത് നമ്മളെന്ത് പറയാനാണ്. ഇപ്പം എൻ്റെ യുഗം അവസാനിപ്പിക്കുമെന്നൊക്കെ പലരും പറയുന്നതായിട്ട്. എൻ്റെ യുഗം അവസാനിക്കണമെങ്കിൽ ഞാൻ മരിക്കണം, കൊല്ലുമെങ്കിൽ ശരി, അല്ലാതെ വേറൊന്നും നടക്കത്തില്ല. എൻ്റെ യുഗം ഞാൻ ജീവിച്ചിരിക്കുന്നിടം വരെ ഉണ്ടാകും. ഇതല്ലെങ്കിൽ അതർ ചാനൽ, ഇതല്ലെങ്കിൽ അതർ മീഡിയ, ഐ വിൽ ബി ദെയർ. എൻ്റെ എക്സിസ്റ്റൻസ് ഞാൻ ഒപ്പിട്ടിട്ട് തന്നെ പോകും. അതവിടെ ഉണ്ടാകും. അത് ആർക്കും നിഷേധിക്കാനോ നീക്കി വയ്ക്കാനോ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരു വിഷയവും ഞാൻ എടുക്കാറില്ല. എല്ലാം വാരി വലിച്ചെടുക്കുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് പൂർണ്ണ ബോധ്യപ്പെടണം. എന്നെ തന്നെ ഞാൻ പുകഴ്ത്തി മടുത്ത്. ഇനി നിങ്ങൾ കുറേ പുകഴ്ത്തി കമൻറ്റ് നല്ലതല്ല പുകഴ്ത്തണം. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ പറഞ്ഞ സ്ത്രീയുടെ പേരോ ചാനൽ നമ്പരോ നൈമോ അവിടെ എഴുതി വയ്ക്കരുത്. ഒരു കാര്യം കൂടെ, ഒരു ലിങ്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ എൻ്റെ ചാനലിൽ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലിങ്ക് കൊണ്ടുവന്നിട്ടാൽ അവരെ ഹൈഡ് ചെയ്യപ്പെടും. അപ്പോൾ അതെൻ്റെ കുറ്റമല്ല, അത് ശ്രദ്ധിച്ചോളുക. മറ്റുള്ളവരുടെ ലിങ്ക് അവിടെ കൊണ്ടിടാൻ ഞാൻ അനുവദിക്കത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, എനിക്കത് താല്പര്യമില്ല. അപ്പോൾ ശരി, അഭിപ്രായം രേഖപ്പെടുത്തണേ. കമൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് പിന്നെ തള്ളേ, ഇനി മറുപടി നീ അവിടെ ഇരുന്നുകൊണ്ട് തന്നാൽ നിൻ്റെ വീട്ടിലോട്ട് ഞാനങ്ങ് വരും. എന്നിട്ട് നാട്ടുകാർ കേൾക്കുക, അവിടെ നിന്നുകൊണ്ട് ഞാനങ്ങ് മറുപടി പറയും. ഈ രഹസ്യ മറുപടിയാണ് ഇപ്പോൾ എനിക്കിഷ്ടം. പരസ്യ മറുപടിയല്ല. അഡ്രസ്സും കൂടെ ഇടണം, ഫോൺ നമ്പറെങ്കിലും വെക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിർബന്ധമായി നിൻ്റെ വീട്ടിൽ വന്ന് നിനക്ക് ഞാൻ മറുപടി തന്നിരിക്കും. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.